കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ 14 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ വാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പാടത്ത് കുറ്റിക്കാട്ടിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കരുവാരക്കുണ്ടിലെ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ 16 വയസ്സുകാരൻ പോലീസ് കസ്റ്റഡിയിലാണ്. റെയിൽവേ പുറമ്പോക്കിലെ കുറ്റിക്കാട്ടിൽ പെൺകുട്ടിയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് കൈകൾ മുന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതായി പിടിയിലായ വിദ്യാർത്ഥി മൊഴി നൽകിയതായാണ് വിവരം. പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ അടങ്ങിയ സ്കൂൾ ബാഗും ചെരുപ്പും പരിസരത്തു നിന്ന് കണ്ടെത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാവിലെ അനുജത്തിക്കൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂൾ ഗേറ്റ് വരെ ചെന്നെങ്കിലും ക്ലാസ്സിൽ എത്തിയിരുന്നില്ല. വൈകിട്ട് വീട്ടിൽ തിരിച്ച് എത്താതിരുന്നതിനെ തുടർന്ന് മാതാവ് പോലീസിനെ അറിയിച്ചു. വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യവും ബന്ധുക്കൾ അറിയിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചു കണ്ടെത്താൻ ശ്രമം നടത്തി. ഇതിനിടെ വൈകിട്ട് 6-ന് പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഉടൻ എത്താമെന്ന് പറഞ്ഞെങ്കിലും എത്തിയില്ല. പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിനിയും 16 വയസ്സുകാരനും തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിയതായി കണ്ടെത്തി. ഈ ഭാഗത്ത് തെരച്ചിൽ ശക്തമാക്കി. അതിനിടെ നാട്ടുകാരും ബന്ധുക്കളും വിദ്യാർത്ഥിയെ കണ്ടെത്തി. ചോദിച്ചപ്പോൾ പെൺകുട്ടിയുമായി വൈകിട്ട് പിരിഞ്ഞെന്നും പിന്നീട് കണ്ടില്ലെന്നും അറിയിച്ചു. അടുത്ത ദിവസം രാവിലെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ തൊടികപ്പുറത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി പറഞ്ഞ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമമുണ്ടായി. മൃതദേഹം കണ്ട സ്ഥലത്ത് പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ പരിശോധന നടത്തി. തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി. രാത്രി വൈകിയും പരിശോധനകൾ തുടർന്നു. കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, കാരണമെന്താണ് തുടങ്ങിയ സംശയങ്ങൾക്കൊന്നും ഉത്തരമായിട്ടില്ല. നിലമ്പൂർ DYSPയുടെയും വണ്ടൂർ, കാളിക്കാവ്, കരുവാരക്കുണ്ട് CIമാരുടെയും നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിരീക്ഷണത്തിലുള്ള വിദ്യാർത്ഥിയെ കൂടുതൽ തെളിവെടുത്ത ശേഷം ജുവൈനൽ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം.